ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പ്രജീഷ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞത് ഓൺലൈൻ വഴിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. ആ സാക്ഷ്യം പറഞ്ഞ ചേച്ചി ഞങ്ങളുടെ നാട്ടുകാരിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ചേച്ചീൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ അവരെ മോന് 4th സ്റ്റേജ് ക്യാൻസറിന് റിക്കവർ ആയതായിരുന്നു. അങ്ങനെ ആ ചേച്ചീനെ ഞാൻ പോയി കണ്ടു. ഞാൻ സംസാരിച്ചു, കൃപാസനത്തിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ഇല്ല, അവർ രണ്ടാളും മരണപ്പെട്ടു. അപ്പോൾ എൻ്റെ ഏട്ടൻ ഒരു അനിയനുണ്ടായത്, അനിയനും മരണപ്പെട്ടായിരുന്നു. അപ്പം ഏട്ടൻ തനിയെ ഒറ്റക്കായിട്ട് താമസിക്കുന്ന, ഞാനാണെങ്കിൽ വെളിയിൽ ദുബായിലായിരുന്നു. അങ്ങനെ അവന് ഭയങ്കര ലോൺലിയായി ഫീൽ ചെയ്ത് അങ്ങനെ സ്ലോലി അവനൊരു ഡിപ്രഷനിലോട്ടേക്ക് പോകുന്ന പോലെയായി. അങ്ങനെ അവൻ മദ്യപാനം കുറച്ച് കൂടുതലായിട്ട് വന്നു തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ശാരീരികമായിട്ടും അത് എഫക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് എനിക്ക് ഭയങ്കര ഹെൽപ്ലെസ് ആയിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ആരോട് ഹെൽപ്പ് ചോദിക്കണമെന്ന് അറിയുന്നില്ല, ഏട്ടൻ തീരെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ കൃപാസനത്തിലോട്ടേക്ക് ഏട്ടനെയും കൂട്ടി വന്നതിന് ശേഷം ഞാനും ഉടമ്പടി എടുത്തു, ഏട്ടനും ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഏട്ടന് മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ഏകദേശം ഒരു 6 വർഷത്തോളം അവൻ മദ്യപിച്ചായിരുന്നു. ഇതിന് ശേഷം അവൻ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി അവൻ ഇപ്പോൾ മദ്യപാനമില്ല. പിന്നെ എൻ്റെ അടുത്ത ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചത് ഇവന് ശാരീരികമായിട്ട് എഫക്റ്റായ ആ രോഗങ്ങളെക്കുറിച്ചായിരുന്നു. അതും ഒരു നിയോഗമായിട്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച്. അങ്ങനെ ഏട്ടൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു, തൈലം, ഉപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രൂഫില്ലാതെ ഞങ്ങൾ ഒരു സാക്ഷ്യം പറയാൻ അനുവദിക്കില്ല. സോ ഞാൻ ഇപ്രാവശ്യം ഒരു 3 ദിവസത്തിന് മുൻപേ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് വാ, ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് എടുത്തിട്ട് പോയിട്ട് സാക്ഷ്യം പറയാൻ. അങ്ങനെ 3 ദിവസം മുൻപേ അവൻ ടെസ്റ്റ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു, രോഗസൗഖ്യത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു ക്ലിയറായി, ഇനി ഒന്നിനെക്കുറിച്ചും പേടിക്കാനില്ല, ഒരു മെഡിക്കേഷൻ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ റിപ്പോർട്ട് എടുത്താണ് ഞങ്ങൾ ഇന്ന് സാക്ഷ്യം പറയാൻ വന്നത്. അതിന് കൂടെ എനിക്ക് ഉടമ്പടി പുതുക്കാനും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഞാൻ ദുബായിൽ നിന്ന് ഇന്ന് രാവിലെ എത്തി. ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങ് വന്നു സാക്ഷ്യം പറയാൻ. ഇതാണോ എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്. ഞങ്ങൾക്ക് ദുബായിൽ ഇങ്ങനെ ഭക്ഷണം പൊതിഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ല അത്. അപ്പോൾ ഞാൻ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി ഈ അനാഥ മന്ദിരത്തിലും പിന്നെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരുടെ അടുത്തൊക്കെ ചാരിറ്റി ആയിട്ടാണ് ഞാൻ ഓൺലൈൻ വഴി ഞാൻ തുക കൊടുക്കാറാണ് പതിവ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി ദുബായിൽ കൊടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചേർച്ചിൽ ഞാൻ കൊടുക്കഴിഞ്ഞാൽ അമ്മേനെക്കുറിച്ച് അറിയാൻ ഇനി ആർക്കും ബാക്കിയില്ല. കൃപാസനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരില്ല മലയാളീസിൻ്റെ ഇടയിൽ. ഞാൻ കൊടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു താല്പര്യമില്ലായ്ക ഒരു മാതിരി അവർ പേപ്പേഴ്സ് എടുക്കും. എനിക്കതൊരു തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല കൊടുക്കുമ്പം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേറെ ലാംഗ്വേജസിൻ്റെ എടുത്തു. ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിയിട്ട് മറ്റുള്ള നാഷണാലിറ്റീസിന് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ആന്ധ്ര ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർ വേറെ തന്നെ ഒരു പ്രെയർ നടക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്നു തെലുങ്ക് പത്രം വാങ്ങി ഞാൻ അവിടെ പോയിട്ട് ആ ഗ്രൂപ്പിന് കൊടുത്തു. ഇപ്പോഴും ഇന്നും തെലുങ്ക് പത്രം 2 ഞാൻ വാങ്ങിയിട്ട് അവിടെ കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിനിടയിൽ അച്ഛൻ്റെ ഒരു ധ്യാനത്തെ കേട്ടായിരുന്നു ഞങ്ങൾക്ക് ഫിലിപ്പീനോസ് പത്രം കൂടി പബ്ലിഷ് ആയിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഫിലിപ്പിനോ പത്രം കൂടി വാങ്ങിയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ദുബായിൽ ഇന്ത്യൻസ് മാതിരി തന്നെ ഒരുപാട് ഫിലിപ്പിനോസ് ഉണ്ടാകുന്നുണ്ട്. അവർക്കും കൂടി മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടി ഞാൻ ഇവിടുന്ന് ഫിലിപ്പിനോ പത്രം കൂടി ഞാൻ വാങ്ങിയിട്ടാണ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് നന്ദി, അമ്മയ്ക്ക് 1000 നന്ദി. ഞാനൊന്ന് ഏട്ടന് കൊടുക്കാം. എൻ്റെ ഇതിലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം, ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അത്ര ഇതുണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ 2ാമത്തെ ഉടമ്പടി എടുത്തു. 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ഇവിടെ തന്നെ പ്രാർത്ഥനയൊക്കെ ആയി പ്രാർത്ഥിക്കും. പിന്നെ ഇതുപോലെ പത്രം എല്ലാവർക്കും ഞാൻ എവിടെയും കൊടുക്കും, നാട്ടിലെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനം
അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പം മനസ്സിനൊക്കെ ഓൾറെഡി ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മനസ്സിനൊക്കെ നല്ല സന്തോഷവും സമാധാനവും, അതിന് ഏറ്റവും വലുത്. എല്ലാത്തിനും അമ്മയോടും മാതാവിനോടും യേശുവിനോടും എല്ലാവരും നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്തുതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. പ്രജീഷ കണ്ണൻ എന്ന മകളും തൻ്റെ ബ്രദർ പ്രതീഷും രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളാണ്. ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മകളിവിടെ പങ്കുവച്ചു. തൻ്റെ സഹോദരൻ ഒറ്റയ്ക്കായ അവസ്ഥയിൽ ആ സഹോദരൻ 6 വർഷത്തോളമായി മദ്യപാനവും അതുപോലെ എല്ലാവരിൽ നിന്നും അകന്നുള്ള ഒരു ജീവിതം, ഒരു ഡിപ്രസീവ് സ്റ്റേജ്. ഈ ഒരവസ്ഥയിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ മറ്റാരുമില്ലാത്ത സാഹചര്യത്തിൽ സർവത്തിൻ്റെയും സൃഷ്ടാവ്, സകലത്തിൻ്റെയും നാഥൻ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് ഈ മകള് ബോധ്യപ്പെടുകയാണ്, അതറിയുകയാണ് താൻ കേട്ട ഒരു സാക്ഷ്യത്തിലൂടെ. അങ്ങനെ താൻ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ സാക്ഷ്യം ആർക്കാണോ ലഭിച്ചത് അവരെ പോയി കണ്ട് അതെല്ലാം ക്ലിയറാക്കുന്നു. പിന്നീട് വന്ന് താൻ ഉടമ്പടി എടുത്ത് സഹോദരനും ഉടമ്പടി എടുക്കുന്നു എന്നുള്ളതാണ് നാം അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഈ മകന് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ ആ ഡിപ്രസീവ് സ്റ്റേജ് അതിൽ നിന്നൊക്കെ വിടുതൽ ലഭിച്ചു. ഇന്നിപ്പോൾ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആ മകൻ മുമ്പോട്ട് പോകുന്നു. തൻ്റെ സഹോദരനെ തിരിച്ചു കിട്ടിയതിലുള്ള, സഹോദരൻ്റെ ജീവിതം പഴയ രീതിയിൽ നിന്ന് മാറിയതിലുള്ള സന്തോഷം ഈ മകളും പങ്കുവയ്ക്കുന്നു. പിന്നീട് ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചത്, അതൊക്കെയാണ് നാം കേട്ടത്. ഇന്ന് കൃപാസനം പത്രം അല്ലെങ്കിൽ കൃപാസനത്തെക്കുറിച്ച് ദുബായിലും ഒക്കെ എല്ലാവർക്കും അറിയാം. പത്രം അവിടെ മലയാള പത്രം കൊടുക്കുമ്പോൾ അവിടെ അറിയാത്ത മലയാളികളില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകളിലെ പത്രമാണ് ഇപ്പോൾ താൻ കൊണ്ടുപോകുന്നതെന്നും അങ്ങനെ തങ്ങൾ കുറച്ച് നാളുകൊണ്ടറിഞ്ഞ ദൈവത്തെ ഇറുകെ പിടിച്ച് സ്നേഹിക്കുന്ന ഒരു സഹോദരനും സഹോദരിയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് അവർ 1-ാം സ്ഥാനം കൊടുക്കുന്നു. അമ്മ നൽകുന്ന മാധ്യസ്ഥ ശക്തി അതൊന്നു മാത്രമാണ് തങ്ങളുടെ കുടുംബത്തെ, തങ്ങളുടെ സഹോദര സ്നേഹത്തെയൊക്കെ നിലനിർത്തുന്നതെന്ന് ഈ മക്കൾ മനസ്സിലാക്കുകയാണ്. എല്ലാറ്റിനും ഇവർ നന്ദി പറയുന്നു. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.